ഈ തൈറോയിഡ് ഉള്ള ആളുകള് ക്യാബേജ് കഴിക്കരുത്, തക്കാളി കഴിക്കരുത് എന്നൊക്കെ പറയും. ശരിക്കും തൈറോയിഡ് ഉള്ള ആളുകൾ അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാ? തൈറോയ്ഡ് ഉള്ള ആളുകൾ ക്യാബേജിന്റെയും തക്കാളിയുടെയും കോളിഫ്ലവറിന്റെ ഒക്കെ പുറകെ പോകുന്നതിന് മുമ്പ് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട തൈറോയിഡ് ഉള്ള ആളുകൾ 3 കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. 1 ഗോതമ്പാണ്, ഗോതമ്പോ, വീറ്റ്. 2 പാലാണ്. 3 ഷുഗറാണ്, പഞ്ചസാര. ഈ 3 കാര്യങ്ങളാണ് തൈറോയ്ഡ് ഉള്ളവർ ആദ്യം അവോയ്ഡ് ചെയ്യേണ്ടത്. അത് അവോയ്ഡ് ചെയ്തിട്ട് മതി അവർ ഈ പറഞ്ഞ ക്യാബേജിലോട്ടോ കോളിഫ്ലവറിലോട്ടോ തക്കാളിയിലോട്ടൊക്കെ പോകുന്നത്. തൈറോയ്ഡ് ഉള്ളവർ അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളാണ്: വീറ്റ്, മിൽക്ക് ആൻഡ് ഷുഗർ. ഈ 3 കാര്യങ്ങൾ ആദ്യം അവോയ്ഡ് ചെയ്ത് തുടങ്ങുക, ഏത് തൈറോയ്ഡ് കണ്ടീഷൻ ആണെങ്കിലും. അതിനുശേഷം മാത്രമേ മറ്റേത് ഫുഡിലേക്കും പോകേണ്ട ആവശ്യമുള്ളൂ. ഇതൊക്കെ കണ്ടീഷനാണ്. ഈ പറഞ്ഞ ഈ കോളിഫ്ലവറും ക്യാബേജൊക്കെ നൊഡിയോളുടെ എൻലാർജ്മെൻ്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഇത് ഒരു കണ്ടീഷനാണ്. പക്ഷേ ഈ പറഞ്ഞ വീറ്റ്, മിൽക്ക് ആൻഡ് ഷുഗർ അതെന്നുള്ളത് തൈറോയിഡുകാർക്ക് ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. അത് 3 ഉപേക്ഷിച്ചാൽ തന്നെ തൈറോയിഡിനകത്ത് നല്ല ചേഞ്ചസ് ഉണ്ടാവും. ഇതിൽ ഈ ഷുഗർ എനിക്ക് മനസ്സിലായി, പക്ഷെ വീറ്റും മിൽക്കും എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കണം എന്ന് പറയണത്? അതാണ് അത് നമ്മളുടെ ഈ തൈറോയിഡ് ഫംഗ്ഷനെ അഗെയിൻ അത് പുറകോട്ട് വലിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ്. ഈ 2 കാര്യങ്ങൾ ഒഴിവാക്കിയാലാണ് തൈറോയിഡിന്റെ ആ ഇഷ്യൂ. ദീസ് ആർ സപ്പോസ് ടു ബി ഹെൽത്തി അല്ലേ? അല്ല, അങ്ങനെ നിർബന്ധമില്ലല്ലോ. അങ്ങനെ നിർബന്ധമില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ കാർബ് നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ് അല്ലേ? പക്ഷെ ചില കണ്ടീഷൻ നമ്മൾ കാർബ് ലോ ആക്കാൻ പറയുന്നത് ആ സമയത്ത് അത് വേണ്ടാത്തത് കൊണ്ടാണ്. ഇപ്പൊ പ്രോട്ടീൻ നമുക്ക് ശരീരത്തിന് വേണ്ടതാണ്, പക്ഷേ യൂറിക് ആസിഡ് കൂടി നിൽക്കുമ്പോൾ നമ്മൾ ഓവറായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് അത്ര നല്ലതല്ല എന്ന് പറയും. ഫൈബർ നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ്, പക്ഷേ കിഡ്നിയിൽ ചില കണ്ടീഷൻ നിൽക്കുമ്പോൾ നമ്മളത് കുറയ്ക്കാൻ പറയും. അപ്പോൾ അതുപോലെ തൈറോയിഡുള്ള കണ്ടീഷനിൽ നമ്മൾ ഒഴിവാക്കേണ്ട 3 കാര്യങ്ങൾ എന്നുള്ളത് വീറ്റ്, മിൽക്ക് ആൻഡ് ഷുഗർ.